സാഹചര്യം പോലീസിന്റെ ജയിലിലെ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായിരുന്നു, സസ്പെൻഡ് ചെയ്തിരുന്നു. കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമോ? കാരണം കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇത്തരം വഴിവിട്ട പല ഇടപാടുകളും നടക്കുന്നുണ്ട്. പണം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് നടക്കുമെന്ന് ഒരു കൊടും കുറ്റവാളി, ഒരു ക്രിമിനലാണ്, ഒരു പ്രതിയാണ് ഇത്തരം വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലൊക്കെ ആവശ്യമല്ലേ? ഇപ്പം നിലവിൽ ഗോവിന്ദച്ചാമിയുടെ സെല്ലിലുണ്ടായിരുന്ന സഹതടവുകാരനെ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റ് തടവുകാരെയും വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുമോ? തീർച്ചയായും അത്തരം നടപടികളിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിട്ടുണ്ട്. നിലവിൽ 4 പേർക്കെതിരെ മാത്രമാണ് സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഒരുപാട് വീഴ്ചകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, 24 മണിക്കൂറും ഇത്തരത്തിൽ CCTV ക്യാമറ നിരീക്ഷിക്കേണ്ടതുണ്ട്. അത്തരം നിരീക്ഷണം ഉണ്ടായിട്ടില്ല. ഇയാൾ ഏതെങ്കിലും തരത്തിൽ ജയിൽ ചാടിയത് CCTV വഴി ഏറ്റവും ഒടുവിൽ CCTV പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് കൃത്യമായ ഈ നിരീക്ഷണം രാത്രി ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം ഈ ഇലക്ട്രിക് ഫെൻസിംഗ് അത് ഇതുവരെ 1 മാസത്തോളമായി ഇത്തരത്തിൽ തകരാറായി. അത് നന്നാക്കാനുള്ള നടപടി ഉണ്ടായിട്ടില്ല. അതും ഇയാൾക്ക് ഇവിടെ നിന്നും ജയിൽ ചാടാൻ എളുപ്പമായി എന്ന് പറയേണ്ടി വരും. ഒരുപാട് ഇത്തരത്തിലുള്ള വീഴ്ചകൾ, ഗുരുതരമായ വീഴ്ചകൾ ജയിൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടും 4 പേർക്കെതിരെ മാത്രമാണ് നടപടി ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ പോലീസ് ഈ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ പോലീസ് ഇപ്പോൾ ഇയാൾക്കെതിരെ ഈ പൊതുമുതൽ നശിപ്പിച്ചതിന്, അതായത് ജയിലിന്റെ അഴി ഇത്തരത്തിൽ മുറിച്ച ഒരു സാഹചര്യത്തിൽ പൊതുമുതൽ നശിപ്പിച്ചതിന് ഇപ്പോൾ കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിലവിൽ ആദ്യം ഇയാൾക്ക് ജയിൽ ചാടിയതിന് മാത്രമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതായത് ഒരു 6 മാസം തടവ് മാത്രം ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണത്. അതിനുമപ്പുറം ഇയാളെ PDPP ആക്ട് പ്രകാരം കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തി, ഇത്തരത്തിലുള്ള കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തി ഇയാൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ 7:30 കൂടിയാണ് ഇത്തരത്തിൽ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് ഇയാളെ മാറ്റിയത്. അതീവ സുരക്ഷാ സംവിധാനത്തോടുകൂടി കൂടുതൽ പോലീസിനെ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ മാറ്റം ഉണ്ടായത്. എന്തായാലും റോഡ് മാർഗമായിരുന്നു ഇന്ന് ഇത്തരത്തിൽ വിയൂറിലേക്ക് കൊണ്ടുപോയത്. വിയൂറിൽ ഇയാൾ ഏകാന്ത തടവുകാരനായാണ് വിയൂറിൽ ഇയാളെ പാർപ്പിക്കാൻ പോകുന്നത്. ഇയാൾക്ക് ആരെങ്കിലുമായി സംസാരിക്കാനോ അതുപോലെ തന്നെ സഹതടവുകാരുമായി ബന്ധപ്പെടാനോ സാഹചര്യമില്ലാത്ത രീതിയിൽ ഒറ്റ മുറിയിൽ ഇത്തരത്തിൽ ഏകാന്ത തടവുകാരനായി ഇയാൾ ഇത്തരത്തിൽ ഇതാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇയാൾക്ക് ഭക്ഷണമൊക്കെ ജയിലിലേക്ക് തന്നെ എത്തിക്കുന്ന സാഹചര്യം, അതായത് പുറത്ത് ഏതെങ്കിലും തരത്തിൽ പുറത്ത് കൊണ്ടുപോകാത്ത രീതിയിൽ ഒരു ജയിലിന്റെ അകത്ത് അത്തരത്തിൽ അങ്ങനെ ഇടാനാണ് ഇപ്പോൾ ഈ തീരുമാനമായിട്ടുള്ളത്. 56ഓളം കൊടും ക്രിമിനലുകളാണ് ഇയാളെ പാർപ്പിക്കുന്ന സെല്ലിന് സമീപത്തൊക്കെ ആയുള്ളത്. എന്നാലും ഇയാൾ വലിയൊരു കവർച്ചാ പദ്ധതി ഇട്ടിട്ടുണ്ട്. അത് മാത്രമല്ല ഇയാൾ ഏത് രീതിയിലും സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഒരാളാണ്. അത്തരം ഉപദ്രവവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വഴി ഇയാൾ ഉണ്ടാവട്ടെ. അത് പോലീസിന്റെ കൃത്യമായ ഇടപെടൽ 4 മണിക്കൂറിനകം തന്നെ ഇയാളെ പിടികൂടിയത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ ആശ്വാസം. ഒപ്പം അതിനിടയിൽ തന്നെ ഇത്തരത്തിലുള്ള ദുരൂഹതകൾ ഇപ്പോഴും ഇതിൽ ഒരുപാട് ബാക്കിയുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ ബാക്കിയുണ്ട്. ഇയാൾക്ക് പുറത്തുനിന്ന് മറ്റു കൂടുതൽ സഹായം ചെയ്തിട്ടുണ്ടോ, അകത്തു നിന്ന് ആരൊക്കെ സഹായം ചെയ്തു, ഉദ്യോഗസ്ഥ തലത്തിൽ ഏത് രീതിയിൽ ഇയാൾക്ക് സഹായം ലഭിച്ചു എന്നൊക്കെ. കാരണം 2 ബാരലുകൾ, അതായത് ആദ്യ ചുറ്റുമതിൽ കടക്കാൻ ഇയാൾ 2 ബാരലുകൾ സംഘടിപ്പിച്ചിരുന്നു. ഈ ബാരലിൽ എങ്ങനെയാണ് അതീവ സുരക്ഷാ മേഖലയായ ഈ ഇതിലേക്ക് എത്തിയെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അവിടെ നിർമ്മാണം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി കൊണ്ടുവച്ച ബാരലെന്ന് ഒക്കെ പറയുന്നുണ്ട്. തീർച്ചയായും അതൊക്കെ ആരുടെയൊക്കെ സഹായം ഉണ്ടായിട്ടുണ്ടോ? ഈ ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് സഹായം വന്നിട്ടുണ്ടോ? മാത്രമല്ല ഗോവിന്ദച്ചാമിക്ക് ഫോൺ വിളിക്കാനുള്ള സൗകര്യമൊക്കെ നൽകിയത് ആരാണ്? പുറമെ നിന്ന് സഹായങ്ങൾ വന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതാണ്. ഡാൻ കുര്യനിലേക്ക് ഒരിക്കൽ കൂടി. ഡാൻ, ഇവിടെ പ്രത്യേക സംഘം അന്വേഷിക്കുന്നുണ്ട്. അതായത് ജസ്റ്റിസ് CN രാമചന്ദ്രനും ജേക്കബ് പുന്നൂസും അടങ്ങുന്ന ഉന്നതരാണ് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വരുന്നത്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം മാത്രമായിരിക്കും അവരുടെ അന്വേഷണ പരിധിയിൽ വരിക, അതോ ഈ ജയിലുകളിൽ അനധികൃതമായി ഇത്തരം വഴിവിട്ട പല സഹായങ്ങളും തടവ് പുള്ളികൾക്ക് നൽകുന്നുണ്ട്? നേരത്തെ മുതൽ തന്നെ പ്രത്യേകിച്ചും CPM പ്രവർത്തകരായിട്ടുള്ള തടവ് പുള്ളികൾക്ക് വഴിവിട്ട സഹായങ്ങൾ നൽകുന്നുവെന്ന ആക്ഷേപം മുൻപ് തന്നെ ഉള്ളതാണ്. പലർക്കും ഫോൺ വിളിക്കാനുള്ള സൗകര്യം കൊടിസുനിയെ പോലുള്ള രാഷ്ട്രീയ തടവുകാർക്ക്, ക്രിമിനലുകൾക്ക് ഈ രീതിയിലുള്ള സഹായങ്ങളൊക്കെ നൽകുന്നുണ്ട് എന്ന ആക്ഷേപമൊക്കെ നേരത്തെ തന്നെ ഉയർന്നതാണ്. ഇക്കാര്യങ്ങളൊക്കെ ഈ അന്വേഷണ പരിധിയിൽ വരുമോ? മാത്രമല്ല ഈ അന്വേഷണ റിപ്പോർട്ട് ഇത്ര നാളിനുള്ളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന നിർദ്ദേശം മറ്റുമുണ്ടോ? നമുക്ക് കൃത്യമായ ഒരു ധാരണ ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ അന്വേഷണം നടക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്ന കണ്ണൂർ
സെൻട്രൽ ജയിലിലെ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിക്കാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. അവർ പ്രധാനമായി ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സുരക്ഷാ വീഴ്ചയെ സംബന്ധിച്ചായിരിക്കും വിശദമായ അന്വേഷണം നടത്തുക. അതോടൊപ്പം ഒരു ഉപദേശകം എന്ന രൂപത്തിൽ ഇത്തരത്തിൽ ഏതൊക്കെ തരത്തിൽ ഈ സുരക്ഷാ വീഴ്ചകൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം പ്രധാനപ്പെട്ട ജയിലുകളിൽ എന്ന കാര്യത്തെക്കുറിച്ചടക്കമുള്ള പരാമർശങ്ങൾ അവരുടെ റിപ്പോർട്ടിൽ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ അവർ ഈ ജയിലുകളിൽ സന്ദർശനം നടത്തിക്കൊണ്ട് ഏത് തരത്തിൽ ഇവിടുത്തെ ഈ സുരക്ഷാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു കൃത്യമായ ഇടപെടൽ നേരിട്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്ന് JK പുന്നൂസിൻ്റെയും അതോടൊപ്പം തന്നെ റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. KB ബൈജുവിലേക്ക് ഒരിക്കൽ കൂടി. ബൈജു, എന്തായാലും ഈ ആഭ്യന്തര തലത്തിലുള്ള അന്വേഷണത്തിന് പുറമെയാണ് ഉന്നതതല സംഘം അന്വേഷിക്കാൻ എത്തുന്നത്. ഇവിടെ പ്രധാനമായും വഴിവിട്ട പല സഹായങ്ങളും തടവ് പുള്ളികൾക്ക് നൽകുന്നുണ്ടെന്ന ആക്ഷേപം. ഗോവിന്ദചാമിക്ക് സഹായം നൽകിയെന്ന് തന്നെ മനസ്സിലാക്കണം. കാരണം ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ഇയാൾ എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങിയത്, ഇതിൽ ജയിൽ ഉദ്യോഗസ്ഥരുടെ സഹായം ഉണ്ടായിട്ടുണ്ടോ, മറ്റ് തടവ് പുള്ളികളുടെ സഹായം ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതാണ്. പ്രാഥമികമായി എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്? പ്രത്യേകിച്ചും ഈ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടി ഉണ്ടായിട്ടുണ്ട്, സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറം ഉന്നത തലത്തിൽ ഒരു നടപടി, ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമോ? തീർച്ചയായും അത്തരം നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടോമേ, ഇതിൽ ഏറ്റവും പ്രധാനം ഈ ഗോവിന്ദചാമി നൽകിയ പല മൊഴികളുമാണ്. അതിൽ ഏറ്റവും പ്രധാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണത്. അതായത് ഈ ജയിലിനകത്ത് മദ്യവും അതുപോലെ തന്നെ ലഹരി വസ്തുക്കളും യഥേഷ്ടം ലഭിക്കുന്നുണ്ട് എന്ന ഒരു മൊഴി ഇയാൾ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. മൊബൈൽ ഫോൺ ഉപയോഗമൊക്കെ ഇത്തരത്തിൽ ജയിലിൽ നേരത്തെയും പിടിക്കപ്പെട്ടതാണ്. പിന്നീട് അത് വീണ്ടും അതേപോലെ തുടരുന്നൊരവസ്ഥയാണ്. ഇത്തരത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗം വ്യാപകമായി ഇവിടെ ഉണ്ട് എന്നാണ് ഈ ഗോവിന്ദചാമിയുടെ മൊഴി. അതോടൊപ്പം പണം നൽകിയാൽ ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ യഥേഷ്ടം ലഭിക്കുമെന്നാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ജയിലിൽ ഇത്തരത്തിലുള്ള കച്ചവടം തന്നെ നടത്തുന്ന ഒരു സംഘമുണ്ടെന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്തായാലും ഇത്തരം സംഘങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഇത്തരം ജയിൽ ചാട്ടുന്ന ആളുകൾക്ക് അത് വലിയ രീതിയിലുള്ള സഹായം നൽകുന്ന അവസ്ഥയും ഉണ്ടാകും. ഏതായാലും ഇത് പല കാര്യങ്ങളും ഇതിൽ പുറത്തു വരാനുണ്ട്. അതിന് കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ജയിൽ വകുപ്പിന്റെ അന്വേഷണം അത് എത്രത്തോളം ഫലപ്രദമായെന്ന് അറിയില്ല. പക്ഷേ പോലീസിന്റെ അന്വേഷണം അത് കൃത്യമായി പോകുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് പോലീസ് ഇതിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയതും ഇത്തരം നടപടികളിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടായതും. എന്തായാലും ഇത് സംബന്ധിച്ച് ആരൊക്കെയാണ് ഇത്തരത്തിൽ ലഹരി ഇടപാട് നടത്തുന്നത്, അത് മാത്രമല്ല ഇത് പണം വാങ്ങി ഇങ്ങനെ ജയിലുകളിൽ ലഹരി വിൽപ്പന നടത്തുന്ന ഒരു രീതി, ഒരുപക്ഷെ കേരളം മുഴുവൻ ലഹരിക്ക് വേട്ട നടക്കുമ്പോൾ ഇത്തരം പിടിക്കപ്പെടുന്ന സംഘങ്ങൾ എത്തുന്ന ജയിലുകളിൽ യഥേഷ്ടം ലഹരികൾ വിൽപ്പന നടത്തുന്ന ഒരു സംഘം, മാഫിയ സംഘം തന്നെ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയെന്ന് വേണം ഗോവിന്ദചാമിയുടെ മൊഴി നമുക്ക് മനസ്സിലാക്കാൻ. അത്തരം കാര്യങ്ങളിൽ പോലീസ് കൃത്യമായ അന്വേഷണം ഉണ്ടാകണം. അതിൽ നടപടി സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടാവണം. അത്തരം പരിശോധന നടത്തുന്നവരും ഈ മൊബൈൽ ഫോണൊക്കെ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ആരുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോണുകളുണ്ടോ, മൊബൈൽ ഫോൺ ഉപയോഗിച്ചാലും ഇത്തരത്തിൽ പല ആളുകളെയും ബന്ധപ്പെടുന്നതിനും മൊബൈൽ ഫോൺ നൽകുന്നതിനും പണം വാങ്ങുന്ന സാഹചര്യം ഒക്കെ ഇവിടെ ഉണ്ട്. ഇത്തരമൊരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് ഈ ഗോവിന്ദചാമി പാലക്കാട്ടുള്ള തന്റെ സുഹൃത്തായ ശെൽവനെ ബന്ധപ്പെടുന്നതും ഇത്തരം പദ്ധതി തയ്യാറാക്കുന്നതുമൊക്കെ. ഏതായാലും ഇത്തരം കാര്യങ്ങളിലൊക്കെ അന്വേഷണം ഉണ്ടാകും. പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ മൊഴിയെടുക്കൽ പോലീസ് പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തി. ഒപ്പം ഈ സഹതടവുകാരായ 4 പേരുടെയും ഈ മറ്റൊരു സഹായിയായി പ്രവർത്തിച്ച അങ്ങനെ ഒരാളുടെയും അങ്ങനെ 5 പേരുടെ മൊഴിയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും കൂടുതൽ